ഗോരി, ഫൈസ, യൂത്ത് ഫേസ്, ന്യൂ ഫേസ്, ഗോൾഡൻ പേൾ, ബ്രിട്ടീഷ് ക്രീം മുതലായ ക്രീമുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ചില സ്കിൻ ബ്രൈറ്റനിങ് ക്രീമുകളാണിവ. നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, മുഖക്കുരു എന്നിവയെല്ലാം റെഡിയാക്കാം എന്ന് അവകാശപ്പെടുന്ന ഈ ക്രീമുകളാണ് ഇതെല്ലാം. ഇതുപോലെ വേറെ പല പേരിലും ഇതുപോലെയുള്ള ക്രീമുകൾ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ആരും ഒട്ടും കൺസേൺഡ് അല്ല. ഞാൻ ഡോക്ടർ ഈഹർ സുൽത്താന, മുക്കം വെൽകെയർ സ്കിൻ ആൻഡ് ഡെൻ്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെർമറ്റോളജിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റും കൂടിയാണ്. മേൽ പറഞ്ഞിട്ടുള്ള ക്രീമുകളിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. മെർക്കുറി നമ്മളുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ഇതുകൂടാതെ വേറെ പല ദൂഷ്യവശങ്ങളും മെർക്കുറിക്കുണ്ട്. മെർക്കുറി പരമാവധി ഉണ്ടാകാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1 parts/million ആണ്. അതായത് ആ പദാർത്ഥത്തെ 1 million കഷ്ണങ്ങളാക്കിയാൽ ഒരു പാർട്ട് മാത്രമേ മെർക്കുറി ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഈ ക്രീമുകളിലെ പലതിലെയും മെർക്കുറിയുടെ അളവ് എന്ന് പറയുന്നത് റെക്കമെൻഡഡ് റേഞ്ചിലേറെ 1000-ഓ 4000-ഓ ഇരട്ടിയിലധികമാണ് പല ക്രീമുകളുടെയും മെർക്കുറിയുടെ അളവ്. ഈ പറഞ്ഞ പല ക്രീമുകളുടെയും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. അത് തന്നെ പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പല ക്രീമുകളും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മെർക്കുറി ശരീരത്തിലെത്തിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് മെർക്കുറി നമ്മുടെ ശരീരത്തിലെത്തുന്നത്? നമ്മുടെ സ്കിൻ പല ലെയറായിട്ടാണ് കാണുന്നത്. സ്കിന്നിൻ്റെ അടിവശത്ത് ചെറിയ രക്തധമനികളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ക്രീമുകൾ ലോങ് ടേം നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളുടെ സ്കിന്നിലൂടെ പെനട്രേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ശരീരത്തിലെത്തുകയും ചെയ്യും. ഈ ക്രീം രക്തത്തിൽ കലർന്ന് പല അവയവങ്ങളിലെത്തും. കിഡ്നി, ലിവർ മുതലായ അവയവങ്ങളിലെല്ലാം എത്തും. മെർക്കുറി പ്രധാനമായും ഡാമേജ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയെയാണ്. കിഡ്നിയുടെ അരിപ്പകളിൽ ഈ മെർക്കുറി ഡെപ്പോസിറ്റ് ചെയ്യുകയും അരിപ്പകളെ പെർമനൻ്റായി ഡാമേജ് ചെയ്യുകയും ചെയ്യും. ഈ ക്രീമുകൾ ഉപയോഗിക്കുന്ന ആദ്യകാലത്ത് നിങ്ങൾക്ക് ഇതൊന്നും ഒരിക്കലും മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കിഡ്നി പെർമനൻ്റായി ഡാമേജ് ചെയ്യുകയും നിങ്ങൾക്ക് കിഡ്നി ഡിസീസസും കിഡ്നി ഫെയിലിയറും എല്ലാം വരാൻ സാധ്യതയുണ്ട്. ഈ സമീപകാലങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ ഇതേ കാര്യം വായിച്ചറിഞ്ഞതാണ്. ഇത്തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിച്ച് ഒരു കൂട്ടം ആളുകളുടെ കിഡ്നി പ്രശ്നം വന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ക്രീമുകൾ വളരെ സുലഭമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും, നമ്മുടെ മുഖത്ത് എന്ത് തരം ക്രീമുകളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മുടെ മുഖത്തിൽ പ്രധാനമായും 3 തരത്തിലുള്ള പ്രൊഡക്ട്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന്, സ്കിൻ ക്ലീൻ ചെയ്യാൻ ഒരു ക്ലെൻസർ, അതല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ആവശ്യമുണ്ട്. ഡ്രൈ സ്കിന്നാണെങ്കിൽ ക്ലെൻസറും, ഓയിലി ടു നോർമൽ സ്കിന്നാണെങ്കിൽ ഫേസ് വാഷുമാണ് ബെറ്റർ. അത് കഴിഞ്ഞ ശേഷം ഒരു മോയ്സ്ചറൈസർ ആഡ് ചെയ്യണം. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇത് ഓരോ സ്കിന്നും ഓരോരുത്തരുടെ സ്കിൻ അനുസരിച്ചും ഈ ഫേസ് വാഷ്, ക്ലെൻസർ, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതിനെല്ലാം മാറ്റമുണ്ട്. ഇനി നിങ്ങളുടെ മുഖത്ത് മുഖക്കുരു, പിഗ്മെൻറ്റേഷൻ മുതലായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മേൽ പറഞ്ഞ പ്രൊഡക്റ്റുകളുടെ കൂടെ അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് കൂടി ആഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ ഓൺലൈനിൽ പോയി പർച്ചേസ് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ ഒരു സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ക്രീമുകൾ ലോങ് ടേം ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾ പലപ്പോഴും ആഡും വ്ളോഗേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ക്രീമുകൾ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ ആഡോ റിവ്യൂസോ കൊടുക്കുന്നതിന് ആവശ്യമായ റെമ്യൂണറേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ പല സെലിബ്രിറ്റീസും ഈ പറഞ്ഞ ക്രീമുകൾ പലപ്പോഴും ഉപയോഗിക്കാതെയാണ് നിങ്ങൾക്കത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രീമുകൾ ഓൺലൈനിൽ നിന്നും വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ഇനി മുതൽ പൂർണ്ണമായും നിർത്തേണ്ടതാണ്.